ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ ഇന്ന് നമ്മൾ കളിക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി റേസിംഗ് മാസ്റ്റർ. സോ ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും കളിക്കാൻ തുടങ്ങിയതല്ല. ടോട്ടലി ഇപ്പോൾ യെസ് 28 ദിവസമായി. സോ ഒരു എവൻറ്റ് കാറുണ്ട്. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് നമ്മുടെ 2011 ലാംബോർഗിനി ഗയാർഡോ. സോ അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ എൻ്റെ കയ്യിലിപ്പോൾ തൽക്കാലത്തേക്ക് 49 ഡയമണ്ടേ ഉള്ളൂ. സോ ഇങ്ങനത്തെ വീൽ സ്പിന്നുണ്ടാവും. വീൽ സ്പിന്ന് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതെടുത്തിട്ട് ഒരു 150 ഡയമണ്ട് സ്പെൻഡ് ചെയ്താൽ ഇങ്ങനെ സ്പിൻ ചെയ്യാൻ പറ്റും. സോ അതിൽ നമ്മുടെ കയ്യിലിപ്പോൾ 240 ടിക്കറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ ടോട്ടലി 110 ടിക്കറ്റ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പോൾ 24 ടിക്കറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ 240 ഇതിനങ്ങ് എടുക്കാം. പിന്നെ 140 ഉണ്ടെങ്കിൽ ഇത് കണ്ടോ, 160 ഉണ്ടെങ്കിൽ ഇതിനെടുക്കാം, പോർഷെ. സോ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ 120 ഉണ്ട്. എക്സാക്ട് എമൗണ്ട് ഫോർ GTR. സോ ഇങ്ങനെ തന്നെ ടിക്കറ്റ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ മറ്റേ ലാംബോർഗിനി എടുത്തത്. ഇപ്പോൾ ലാംബോർഗിനി എടുത്തിട്ട് അത് ലാസ്റ്റ് ഡേ ആണ് എടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, അതിനെ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. ആ വീഡിയോ അങ്ങ് പോയി കിട്ടി, ഇങ്ങനെ ഇതൊക്കെ ആയി. സോ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ GTR ഉണ്ട്. ഇപ്പോൾ മാക്സ് ഔട്ട് ചെയ്യാം. ഇതെന്തിട്ട് കയ്യിൽ പൈസ ഇല്ല. എന്തായാലും ഡിസൈൻ നോക്കാം. ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടാവേ. സോ ബേസിക്കലി ഇതുപോലെ ഇങ്ങനെ ഇത് മാത്രമല്ല, ഇതുപോലെ കുറേ ഡിസൈൻസ് ഉണ്ടാവും. ഇതുണ്ടോ, ഇത് പറഞ്ഞുണ്ട്. ഇതും പോൾ വാക്കറുടെ പോലെ. പക്ഷേ ഇതിന് ഡയമണ്ട് സ്പെൻഡ് ചെയ്യണം. അതാണെങ്കിൽ ഡയമണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. സോ തൽക്കാലത്തേക്ക് മാത്രം വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്ക് എക്സാക്ട്ലി 799 ജെംസ് ഉണ്ടായിരുന്നു, ഡയമണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചോണ്ടിരുന്ന ഗൂഫി സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് ഗൂഫി സ്റ്റഫ് എന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞിട്ട് വീൽ സ്പിൻ ചെയ്ത് കഴിഞ്ഞ് പൈസ മൊത്തം പോയി, തീർന്നു. സോ അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായി, കൊള്ളാലോ, എനിക്ക് 120 ടിക്കറ്റ് ഉണ്ടല്ലോ, GTR എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അനിയൻ തണ്ടിനോട് ചോദിച്ചു, GTR എടുക്കണോ വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണമെന്ന്. അത് ഫെറാരി എടുക്കണോ, ഇതെടുക്കണമെന്ന്, പോർഷെ എടുക്കണമെന്ന്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവൻ പറഞ്ഞു GTR എടുക്കാൻ. നല്ല വലിയ പൈപ്പാണല്ലോ, ടൈറ്റാനിയം. ഏറ്റവും വലിയ പൈപ്പ് ഏതാ? ഇതാണോ? അതാണോ? ആണ്. സ്റ്റോക്ക്. ഇതാണ് ഏറ്റവും വലുത്. ഡിഫ്യൂസർ വേണ്ട. സ്പോയിലർ പിന്നെ ഇരിക്കട്ടെ അവിടെ. അത് വേണോ? CPM ഏതാ?
ഈ ചെറുതാണ് എൻ്റെ കയ്യിൽ സി4 കാർബണാണ്. ഇതന്നെ ആദ്യത്തെ ഇതന്നെ. പിന്നെ ലിപ്പ് വേണോ? ചെറിയ 2 കാർബൺ ലിപ്പ് അങ്ങ് ഇരിക്കട്ടെ. തൽക്കാലത്തേക്ക് സ്പോയിലർ വേണ്ട. പിന്നെ സൈഡ് സ്കേർട്ട് അതെ നല്ലത് അതിരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ പെയിൻറ്റ് മിഡ് നൈറ്റ് പർപ്പിൾ ലൈക്ക് ഇത് കാണാൻ. ഏകദേശം മിഡ് നൈറ്റ് പർപ്പിൾ സ്റ്റൈലാണ്. ഇത് ഫുള്ള് ഡയമണ്ട്സാണ്. റെയിൻബോ ഷൈനിങ്. ഇത് കാർബൺ, ഗ്രേ കാർബൺ, ഡാർക്ക് ഗ്രേ, ഇച്ചിരൂടെ ഡാർക്ക് ഗ്രേ, പിന്നെ ബ്ലാക്ക്. അല്ല ഇതാണ് ഇന്നലാട്ടെ ക്രോം ഡയലക് ഗ്ലോസ്. ഏതിപ്പോൾ വെക്കും ഞാൻ? എങ്ങനെയുണ്ട്? ഇച്ചിരൂടെ ഇതാക്കണം. ഒരു ചുമപ്പ അടിച്ചു നോക്കട്ടെ. ഡാർക്കർ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത നീലയില്ലേ, ഇതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് അറിയില്ല. ഞാൻ ഇവിടെ ഒരു മിനിറ്റ് ടയറിൻ്റെ കളർ മാറ്റണം. കളർ മാറ്റാൻ പറ്റത്തില്ല. അല്ലേ ഓക്കെ. റിങ്സ് സൈഡാക്കാം. അപ്പോൾ എത്ര 700. പെയിൻറ്റും സൈഡാക്കാം. ബ്ലാക്ക് ആണല്ലോ, കുഴപ്പമില്ല, ധാരാളം. ബഗ് ക്ലിയർ ചെയ്തിട്ട് വരാം. ഇപ്പോഴത്തേക്ക് ബഗ് ക്ലിയറായി. പിന്നെ നമ്മൾ പോകുന്ന റാങ്ക്ഡ് റേസസ്. ക്യാമറ മാറ്റിയിട്ട് ഇതെടുക്കട്ടെ. ഇവിടെ തന്നെ ഇരിപ്പുണ്ട് GTR. സ്റ്റാർട്ട്. ഇപ്പോൾ റേസ് കിട്ടിയിട്ട് എനിക്കിത് കിട്ടിയില്ല. പക്ഷേ എന്നാലും നല്ല വണ്ടിയാണ്. Audi RS TTS. Audi TTS നല്ലതാണ്. നോ കംപ്ലൈൻറ്റ്സ്. റേസിംഗ് എങ്ങാനും സ്റ്റാർട്ടാവും. ഓൾറെഡി 9 മിനിറ്റായി. ഫോർഡൊന്നും വേണ്ട നമുക്ക്. നമ്മുടെ കയ്യിൽ എത്ര ഫോർഡുണ്ടെന്ന് പറയാം. എക്സ്റ്റീരിയർ ഇടാം. GT3 മുമ്പിലാണ് 430. GT430 ഏതാ? GT അതെ
370G. ഇത് ഫസ്റ്റ് ഒന്നാണല്ലോ ആണെങ്കിൽ ടൗൺ ഫസ്റ്റാ. എന്നാലും ഞാൻ ഫസ്റ്റല്ലേ? അപ്പം ഫസ്റ്റായി. എല്ലാവരും മുമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെ ചേച്ചി ഹാപ്പി ചെയ്യുന്നുണ്ട്. വിശ്വസിക്കണ്ട, ഞാൻ അമ്മാതിരി ബെസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഓക്കെ റേസറാണ്. പക്ഷേ എൻ്റെ മറ്റേ എൻ്റെ ഈ ഗെയിമിൽ ഇത് കണ്ടില്ലേ, ഇത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്താണെന്ന് തന്നെ അറിയില്ല. ഓക്കെ, ഞാൻ വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം. ആ വണ്ടി എടുത്താൽ 2 വണ്ടിയാണത്. ആ 2 എടുത്താൽ തീർന്നു എല്ലാവരും. ആ 2 വണ്ടികളിൽ എനിക്ക് നല്ല പാറ. ഇത് എക്സ്ട്രീമിൽ ഇതുണ്ടോ SS-. ഇത് പിന്നെ സ്പോർട്സിൽ ഇതുകൊണ്ട് സർപ്രൈസിംഗ്ലി BMW അല്ല. ഓക്കെ, okay. No perfect shots. Oh, 2 diamonds. Let's go. Big celebration. ഇവിടുന്ന് എനിക്ക് ഇത് കിട്ടി. എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. ഓൺലി ബിക്കോസ് ഞാൻ എല്ലാം സ്പെൻഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഇതിന് ഗ്രൈൻഡ് ചെയ്യുക SF-90ക്ക്. നല്ല വണ്ടികളാണ്, സെറ്റായിട്ട്. ഇത് സെറ്റായില്ല, 2 എല്ലാം ഉണ്ട് സെറ്റായി ഗെയിമിൽ. പക്ഷെ ചില വണ്ടികളുണ്ട് എന്ന് വെച്ചാൽ ലെജൻഡറി അല്ലാത്ത വളരെ കുറവ് വണ്ടികളാണ്. അല്ല, കുറേ വണ്ടികളുണ്ട് ചീത്തയായിട്ടുള്ള. ലെജൻഡറി അല്ലാത്ത, ലെജൻഡറി എന്ന് വെച്ചാൽ ഇങ്ങനെ ഗോൾഡൻ റാങ്ക്, അതാണ് ബെസ്റ്റ് റാങ്ക്. എപ്പിക്ക് ഓക്കെ കോത്തേക്ക്. ഓ, എക്സ്ട്രീം AMG GT. ഇത് ബ്ലാക്ക് സീരീസ് അല്ല. ബ്ലാക്ക് സീരീസ് नाही नॉर्मल. അമ്മയ R8 V10 സ്പൈഡർ. ഇതോടെ ചൊമ്പ്, അത് നല്ല ലുക്കുണ്ട് ചൊമ്പിൽ. സ്മാർട്ട് മോട്ടോടെ ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഐറ്റംസാണ് വരുന്നത്. ഓക്കെ, സൂപ്പർ പെർഫെക്റ്റ് ഷാട്ട് കിട്ടി നമുക്ക്. നമ്മൾ പറക്കുന്നു നോക്കിക്കോ. എൻ്റെ ഓൾറെഡി 4ാമത്തെ ഗിയറിൽ. എവിടെയാണ് മുമ്പെന്ന്? അതുകൊണ്ട് പോയി. ഇപ്പം എല്ലാവരും പറപ്പിക്കുക. എൻ്റെ വണ്ടി ഇതില്ലേ AMG, അത് ചില വളരെ കൂടുതൽ സമയത്ത് ഔട്ട് ഓഫ് കൺട്രോൾ ആവും. എവിടെയെങ്കിലും പോയി ചാമ്പ്യാൽ എന്നുവെച്ചാൽ ഇടിക്കുന്നത്. ഓക്കെ, ഇതാ പറഞ്ഞു. കണ്ട.
പക്ഷെ ഇതിന് ക്വാഡ് എക്സോസ്റ്റാ. ഇത് നോക്കണം, സൈലൻസർ താഴെ ബോഡിയുടെ അടി നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് എൻ്റെ ഈ ഒരു വണ്ടീനെ കുറിച്ച് ഇഷ്ടമില്ലാത്തത്. പക്ഷെ 5 സ്റ്റാർ ലെവലാണ് ഡേഞ്ചറസിൽ. അതാണ്ട് കിടക്കണം. ഏതോ പോണ്. കം ഡൗൺ. ഓക്കെ, കത്തിക്ക്. എന്നാലും അത് ഇതുണ്ട്. എന്ത് കാണിക്കണം ഞാൻ? എൻ്റെ കുറ്റമല്ല കേട്ടോ, ഇത് വണ്ടിയുടെ കുറ്റ. മറ്റേ TTS കൊണ്ട് എന്ത് അല്ലാണ്ട് പോയതാ. 5 സ്റ്റാർ ലെവലാണ് ഡിഫിക്കൽട്ടി. അതുകൊണ്ട് മതി. എല്ലാം മാക്സ്ഡ്. ECU കിട്ടിയാൽ മാത്രം കൂടെ മതി. അതുകൊണ്ട് ഞാൻ മുമ്പ് കിട്ടും. C8 പാസ് ചെയ്യാൻ പറ്റുമോ? പാസ് ചെയ്തു. സ്പീഡ് നോക്കി. 250, 60, 270 ജയിച്ചല്ല, തോറ്റു. നല്ലോണം ബി. 5th പ്ലേസാണ്. റാങ്ക് പോയിൻറ്റ്സ് കുറഞ്ഞ് ഇതുണ്ടോ? ആണ്ടോ. സ്റ്റാൻഡേർഡ് GTR ടൈം. സ്കിപ്പടി ആരും കാണുന്നു. ഇത് GTR. എല്ലാം പൂജ്യമാണല്ലോ. ഇത് പർപ്പിൾ സാധനമാണ്. ഇത് കണ്ടോ, ഇവിടെ മൊത്തം പൂജ്യം, ഇവിടെ മൊത്തം പൂജ്യം. എൻ്റെ പൂജ്യം ഉള്ള ഒരു റീസൺ ഉണ്ട്. ഇവരുടെ പുതിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരുടെ പൂജ്യം. എൻ്റെ പൂജ്യമുള്ള റീസൺ പുതിയ വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചോളൂ. നിങ്ങൾ കണ്ടല്ലോ. അയച്ചിട്ട് ഒരു 15 മിനിറ്റ്, 15, 16 മിനിറ്റായി. 17. ഓക്കെ, ഇതുണ്ടോ എന്താ വലിയ സൈലൻസർ നോക്കി. എല്ലാവരും പസാട്ടാണല്ലോ. ഫിയസ്റ്റ ഉണ്ട് കാരണം. നോക്കി. സീൻ വണ്ടി. സെറ്റ് അടിപൊളിയായിട്ട്. ഒരു മിനിറ്റ്, ഇത് വോയിസ് ഓൺ ആക്കിയില്ല ഗെയിമിൻ്റെ. ഇപ്പം കേൾക്കാൻ പറ്റുമായിരിക്കും വണ്ടിയുടെ വോയിസ്. അതുകൊണ്ട് ജയിച്ചത്. എത്ര ദൂരാണോ? അയ്യേ, എന്ത് രസാ. ഇത്ര ഉള്ളു. GTR ചില അപ്ഗ്രേഡുകളുണ്ട് ഒരിച്ചിരി പൊടിക്ക്. അതുകൂടെ ചെയ്താൽ പിന്നെ എല്ലാവരും തോറ്റു. ഈ പ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് മറ്റേ കോപ്പറേറ്റ് കിട്ടത്തില്ല. പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേ. പ്ലേറ്റ് വിന്നർ ചെയ്താൽ മറ്റേ ഇത് കിട്ടുന്നതിൻ്റെ ചാൻസ് ഉണ്ട്. BMW M8 400 ഉണ്ടല്ലോ. എല്ലാ ദിവസവും കംപ്ലീറ്റ് ആയിട്ടില്ല. ഡേ 18 എന്താ GTR-നൊന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടെ. 600 ഇതേ ഉള്ളൂ. ഒന്നുമില്ല ഇവിടെ. നെക്സ്റ്റ് മിഷൻ ഇവിടെ ഒന്നുമില്ല. ഗാമ്പിൾ ടൈം എന്നുവെച്ചാൽ ഇത് സ്പിൻ ചെയ്യണം.
ഒരെണ്ണം മിസ്സിങ് ആയിരുന്നു എൻ്റെ ഡയമണ്ട്, ഒരൊറ്റ എണ്ണം. ഇനി GTR ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണേ. സോ ഇത് മോസ്റ്റ് വണ്ടികൾക്ക് ഇതാണ് ബെസ്റ്റ്. റെക്കമെൻഡഡ്. എത്ര ഷാറൊന്നും അറിയത്തില്ല. ഡാഡി എന്തിനാണ് ഓക്കെ. സ്പോർട്സ് ലാംബോർഗിനി സൂപ്പർ ലെഗ. ഇത് എന്തായാലും പറയാ. ഗയാഡോ. ഇത് റൊണാൾഡോ ജേഴ്സി, ബട്ട് ടോപ്പും സ്കേർട്ടും എനിക്കത് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, ലുക്കില്ല. എൻ്റെ കയ്യിൽ അത് കിട്ടുകയായിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ജേഴ്സി കിട്ടുകയായിരുന്നെങ്കിൽ അത് ഞാൻ എപ്പോഴും കൊടുക്കും. എല്ലാം in time to stabilize the car. Watch where the reference point is and engage the handbrake in time. Now that's the speed of an ace driver. You're the best! The centerpiece of the street! ഞാനിപ്പോൾ ആ ചേച്ചി യുവർക്ക് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ വേസ്റ്റായെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ Countersteer promptly to correct after deviating from the route. വെലോസ്റ്ററിന് ഇഷ്ടമല്ലേ? വെലോസ്റ്ററിന് വരെ ഇത് ഇടുക്കത്തുണ്ടാക്കല. അറേഞ്ച് വൺ ഓഫ് യുവർ ഡ്രൈവേഴ്സ് ടു ഡു സംതിങ് എന്നുവെച്ചാൽ റേസ് അത് ചെയ്തിട്ട് അതിൻ്റെ എത്രയോ 210 ഡയമണ്ട്സ് ക്ലെയിം ചെയ്തിട്ട് ഗ്യാമ്പിൾ ചെയ്തിട്ട് വരാം. ഗ്യാമ്പിൾ ടൈം. രണ്ട് ഗ്യാമ്പിൾ ടൈമാണ്. രണ്ടെണ്ണം. ലാംബോർഗിനിക്ക് ഇത് കിട്ടി. ഷോറൂമിൽ കയറണം. പുതിയ വണ്ടി ഒന്നും ആഡായിട്ടില്ലേ? JDM ക്ലാസിക്. കഷ്ടം തന്നെ. അല്ല നിസാനിന് വേറൊരു വണ്ടി ഉണ്ടല്ലോ, അതവിടെ നിന്ന് കാണുന്നില്ല. അതാരും കാണിക്കുന്നില്ലല്ലോ. SVJ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ലാംബോർഗിനിയുടെ കളക്ഷൻ തീർന്നേനെ, കംപ്ലീറ്റ് ആയേനെ. കാർ ഹെൽക്കേറ്റ്, ഫോർഡ്, ജാപ്പനീസ് GTR.
ഓക്കെ, ബാക്ക് ടു റേസ്. പിന്നെ GTR കിട്ടിയായിരുന്നു. യെസ്, GTR ടൈം. ഈ പ്രാവശ്യം ഞാൻ ഇച്ചിരൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ജസ്റ്റ് വെരി മൈനർ അപ്ഗ്രേഡ്സ്. We can go even faster, right? When you spin, counter steer. Pay attention to direction control while drifting and counter steer promptly to straighten out. Your driving skills are exceptional. അതങ്ങനെ കുത്തിപ്പോയെടുത്തിട്ട് ഇത് റീസെറ്റ് ചെയ്യും. ആ ചീറ്റിംഗ് അല്ലേ ഗൈസ്? കമൻറ്റ് ചെയ്യും, ചീറ്റിംഗ് ആണോ അല്ലെന്ന് കമൻറ്റ് ചെയ്യും. പുതിയ ലോഗമാണോ അതോ പഴയ പ്രോ റൈഡർ ലോഗമാണോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണേ. പുതിയത് ജസ്റ്റ് ഒരു BMW ആയിട്ടാണ്. പഴയതെന്ന് വെച്ചാൽ ബൈക്ക് ലീൻ ചെയ്യുന്നതിന് പിന്നെ പ്രോ റൈഡറിന് വരയ്ക്കുന്നതുകൊണ്ട് ഇത്ര സിമ്പിളാണ്. ഇതും ബേസിക്കലി സിമ്പിളാണ്. ഒരു ബാക്ക്ഗ്രൗണ്ടുകൾ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക്. പിന്നെ അത് അടുത്ത് യൂട്യൂബിലോട്ട് കുറേ പ്രാവശ്യം ഇടാൻ നോക്കി. ഇപ്പത്തേത് എന്നിട്ട് വർക്കായില്ല. അതുകൊണ്ട് കയ്യിൽ പിടിച്ച് ഞാൻ പിന്നെ റീഡ് ചെയ്ത് ആ സാധനം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു. ആ സ്ക്രീൻഷോട്ട് എടുത്ത പ്രാവശ്യം ഞാൻ ഇത് മറന്നുപോയി. ഓക്കെ, സോ ടെക്നിക്കൽ ഇഷ്യൂസ് വിത്ത് ഫോർച്യൂണർ. ഓക്കെ, സെറ്റായി. സോ ഇത് ക്വിക്ക് അപ്ഡേറ്റ് ഓൺ CPM, നമ്പർ പ്ലേറ്റ്, ലോഗോ, ചാനൽ. ഇത് സെയിം തന്നെയാണ്, ഭാഗ്യത്തിന് മാറിയിട്ടില്ല. സോ പുതിയ വണ്ടികൾ എൻ്റെ ഇതിനെ ജോയിൻ ചെയ്തതാണ്. ഇത് മെർസിഡീസ് ബെൻസ് W124 500E. പിന്നെ നെക്സ്റ്റ് ഇത് ദ ലാവൻഡർ പേൾ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മസ്റ്റാങ് GT350. സോ ഇതിന് ആക്ച്വലി ലോഗോ ഉണ്ട്. ഇത് കണ്ടോ? കാണിച്ചതാ ആക്ച്വൽ GT350 ലോഗോ ആണ്. ഞാൻ മറ്റേ ഈ സാധനം കൊണ്ട് ചെയ്ത ഫ്ലോട്ടിംഗ് വിൻഡോസ്. സോ നെക്സ്റ്റ് വോൾക്സ്വാഗൻ പസാട്ട്. ഇത് വീല് ചെയ്യും. അതുകൊണ്ട് 2 ടർബോ കൊടുത്ത് ഇവിടെ സൈഡിൽ ഇതുണ്ട്. പിന്നെ നെക്സ്റ്റ് നിസാൻ 350Z. ജസ്റ്റ് ചിൽ 350Z ആണ്. പിന്നെ ഇത് 240SX. നിസാൻ 240SX ജോയിൻ ചെയ്തു. മിയാറ്റേനെ കണ്ടിട്ടുണ്ടാവോ ഇല്ലയെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും കാണിക്കുക.
ഗൂഫി ഷൈ മിയാട്ട. പിന്നെ ഇത് മിറ്റ്സുബിഷി എക്ലിപ്സ്. ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഉണ്ട്. ഒരു ഹെൽക്കാറ്റുണ്ട്. ഇത് വീല് ചെയ്യാൻ നോക്കുക. ഇത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഇതാണ് നമ്മുടെ വോൾക്സ്വാഗൻ ഗോൾഫ് GTI. പിന്നെ ഇത് M2 CS. പക്ഷെ CS-ൻ്റെ ലോഗോ ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, സോ അത് സിമ്പിളാണ്. ജസ്റ്റ് ടേക്ക് ദിസ് CS, പിന്നെ ജസ്റ്റ് ഗോ there. കറക്റ്റ് സൈസും വേണം. ഇത്ര വലുതൊന്നും ആക്കാൻ പാടില്ല. തീരെ കുഞ്ഞത് വേണം നമുക്ക്. അറൗണ്ട് ദിസ് സൈസ്. Boom. Okay, so the M2 CS is done. ഇനി നമ്മുടെ 50 million കറക്റ്റ് ആയിരുന്നു. പോയി. പിന്നെ ഞാൻ M4-നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ എൻ്റെ ഈ ഗെയിമിലുള്ള പോലെ, റേസിംഗ് മാസ്റ്ററിലുള്ള പോലെ. പക്ഷേ ഇതില്ല. ഇതുണ്ടോ, ഇതില്ല. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ബ്ലാക്ക് ടിൻറ്റഡ് ആണ്. പ്രോ റൈഡർ ഒന്നുമില്ല, ടൊയോട്ട ഇല്ല, ഈ വിങ് ഇല്ല. അത്ര ഉള്ളൂ ഇല്ലാത്ത. പിന്നെ കോമ്പറ്റീഷൻ ഇല്ല, ജസ്റ്റ് നോർമൽ M4. പിന്നെ ഇത് നമ്മുടെ മലബാറി മസ്റ്റാങ് W16 ആട്ടോ. സെക്കൻഡ് ഹാൻഡ് കാണിച്ചത്. പിന്നെ ഇതാണ് ടൊയോട്ട ഫോർച്യൂണർ. ശരിക്കുള്ള ഫോർച്യൂണർ അല്ല, ഇത് ലാൻഡ് ക്രൂസറിന് 2014 അല്ല 2011 ഫോർച്യൂണർ ആക്കിയതാണ്. ഹെഡ്ലൈറ്റ് റെസംബ്ലൻസ് ഉണ്ട് 2011 മോഡലിന്. പിന്നെ ഇതാണ് ടൊയോട്ട സെലിക്ക GT4. ഇതുണ്ടോ ഡീറ്റെയിൽസ്. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ യൂട്യൂബിൽ പോയി ഗൈസ് ഇത് നോക്ക്. GT4 അല്ലേ, ഇതുണ്ടോ, ഇതിലും GT4 ഉണ്ട്. ഇതുണ്ടോ, CPM കുക്ക്ഡ് വിത്ത് ദാറ്റ്സ്. ഇതുണ്ടോ, W124 AMG ആണ്. ഇതുണ്ടോ, ഇത് മിറേഴ്സ് അല്ല, വൈപ്പർ ഇൻ ഹെഡ്ലൈറ്റ്. ഇത് ഇവിടെ വൈപ്പറുണ്ട്. സോ അതാണത് ഇമാതിരി ഡീറ്റെയിൽ ഉള്ള CPM ആയി പോയല്ലോ നമ്മുടെ CPM. പിന്നെ ഇതുണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ. ജപ്പാൻ എവിടെ ഇത്? ഒരു മിനിറ്റ് ഇത് എവിടെയാന്ന് കണ്ടുപിടിക്കണം. ന്യൂ. ഓക്കെ, ഇനിയും ലിമിറ്റഡ് അല്ല. ഞാൻ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇത് ലിമിറ്റഡ് ആയിരുന്നു. ലിമിറ്റഡ് സെഷൻ മാറിയിട്ട് അൺലിമിറ്റഡ് ആയോ എന്നറിയത്തില്ല. പക്ഷെ ഇതാണ് 2025 ക്യാമറി LE. ഇത് ടോപ്പ് വെർഷൻ അല്ല. ഇത് ഗ്രില്ല് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെനിക്ക് മനസ്സിലായി ടോപ്പ് വെർഷൻ ഇല്ലെന്ന്. ടോപ്പ് വെർഷൻ്റെ ഗ്രില്ല് വേറെതാ, ഫ്രണ്ട് ഗ്രില്ല്. പിന്നെ ഇത് വീല് അടിക്കാൻ പറ്റും. കണ്ടോ, ഇച്ചിരി ടയറില് ഫ്രണ്ടിലത്തെ കാട്ടിലും. പിന്നെ ഇവിടെ പോഷ് 911 സ്പൈഡർ, ഇതിന് വീല് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് കറേറ GT. ഇത് പിന്നെ എന്ത് പറയാൻ, കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ എന്നറിയത്തില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ. ഇതും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ എന്നറിയത്തില്ല. പക്ഷെ ഇതിങ്ങനെയാണ്. ഇത് പിന്നെ നമ്മൾ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. M3, ഇത് സൂപ്ര, B58, ബേബി M2 ഐ തിങ്ക്, അറിയില്ല, ഓർമ്മയില്ല. M4 ഇത് കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. M2 ഇത് എല്ലാവരും കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇത് i7. പിന്നെ
നമ്മുടെ M5ക്ക് പുതിയ ഫ്യൂച്ചർ വന്നു ഗൈസ്. നോട്ട് ഓപ്പണബിൾ ഡോർസ് ബട്ട് യെസ്, നമ്മുടെ ലോഗോ സെറ്റായി. ലോഗോ എന്താ പറയുക, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല, സോറി ഗൈസ്. ഹൈലക്സ് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇതാണ് എൻ്റെ ഹൈലക്സ്. ചൈൽഡ്സ് ഓക്കെ. ഇതാണ് സിൽവറാഡോ RGT കൺഫ്യൂസിങ് RST, സോറി, സിൽവറാഡോ RST റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോണ്ട്. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെ. നമ്മുടെ എന്താ പറയുക, TRX. പിന്നെ ഇത് 6x6 AMG 6x6 ആണ്, AMG ആണോ എന്ന് അറിയത്തില്ല. ഇത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതിനകത്ത് വായിട്ട ഒരു മിനിറ്റ് സോറി, നമ്പർ പ്ലേറ്റ് ഇടാൻ മറന്നുപോയേ. ക്വയറ്റ്. നിങ്ങൾ കൈൻഡ് ഓഫ് ഗസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇവിടെ ഞാൻ സ്പഞ്ച് ബോബിനെയും പാട്രിക്കിനെയും വരയ്ക്കുന്നത്. കാരണം അവരുടെ കണ്ണില്ലേ കറക്റ്റായിട്ട് കോർബറ്റിൻ്റെ ടൈൽ ലൈറ്റിൽ ചേരും. ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഊമ്പിയായിരുന്നു. കാരണം നിങ്ങൾ കണ്ടായിരുന്നല്ലോ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ്. പിന്നെ ഇതിനെ കാണാൻ നിങ്ങൾ റെഡി ആണോ അല്ലെന്ന് അറിയത്തില്ല. സോ മാഡ് മൈക്കിനെ ചിലവർക്കറിയാം, ചിലവർക്കറിയില്ല. സോ ബേസിക്കലി റെഡ് ബുൾ ക്രിയേറ്റർ എന്ന് വെച്ചാൽ മാഡ്. ഞാൻ ഇവിടെ ഫോട്ടോ കാണിച്ചത് ഇതുണ്ടോ, ഷാർപ്പ് ടീത്ത്. പിന്നെ ഇത് 720 years for 500 or 300K ആണോ 500K ആണോ കിട്ടിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പ്രിറ്റി ഡം. ഇത് F40 ഫെറാറി എല്ലാവരും കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ക്ലീൻ ബിൽഡാണ്. ഇവിടെ ഫെറാറിയുടെ ലോഗോ ചെയ്യാൻ ഈസി ആട്ടോ. അത് ജസ്റ്റ് കുറേ ഇങ്ങനെ യൂണിക്കോണിനെ ഇങ്ങനെ സ്പാം ചെയ്യുക. ഓൺലി അബൌട്ട് എത്രയാണ് നോക്കട്ടെ, ഞാൻ പറഞ്ഞു 4500. പിന്നെ അതിൻ്റെ ബ്ലാക്ക് ഏത് കളറാണ് ഫെറാറി എന്ന് വെച്ചാൽ അതെടുത്തിട്ട് എൻ്റെ ഇത് കൊമ്പില്ലേ, കൊമ്പങ്ങ് മാറ്റുക. കൊമ്പില്ലല്ലോ ഇതിന്. ഓക്കെ, ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചു. ഓക്കെ, നെക്സ്റ്റ് പുതിയ F1 ആണ്. പുതിയതായിട്ട് വെച്ചാൽ ഡിസൈൻസ് വരും. മേ ബി റെഡ് ബുൾ. ഏത് ഡിസൈനാണ് വരുന്നത് എനിക്കൊന്നും കറക്റ്റായിട്ട് അറിയില്ല. സോ പിന്നെ ഇത് നമ്മുടെ ഹൂണി ട്രക്ക്, വലിയ പോലീസ് ലൈറ്റ്സ്. എന്തെങ്കിലും സൂക്കേടാ, വെറുതെ പോയി ഫൈറ്റ് ഉണ്ടാക്കണം. വീഡിയോ കഴിഞ്ഞിട്ട് 2 തെറി വിളിക്കണം. തെറി എന്ന് വെച്ചാൽ ശരിക്കുള്ള തെറിയല്ല, ജസ്റ്റ് വഴക്ക്, നോർമൽ കേട്ടോ. വരണം ഫോട്ടൊന്നും അല്ലേ അറിയില്ല. അല്ല അതങ്ങനെ വേണ്ട. സോ ഓട്ടോബയോഗ്രാഫി എല്ലാവർക്കും അറിയാം. ക്ലാസിക് ബ്ലാക്ക് ലോഗോ എന്തിൻ്റെ ഒട്ടാണെന്ന് അറിയില്ല. റാം. സോ ഫൺ ഫാക്ട്, ഈ കാറിലാണ് ആദ്യമായിട്ട് എനിക്ക് CPM കളിക്കാൻ തുടങ്ങിയപ്പോൾ ഹെഡ്ലൈറ്റ് കളർ കിട്ടിയത്. സോ ഏത് കളറാണ് ഹെഡ്ലൈറ്റ് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇങ്ങനെയായിരുന്നു. ഇത് ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും മാച്ചിങ് ആയിരുന്നു. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. സോ അപ്പോൾ എൻ്റെ പഴയ കഴിഞ്ഞ അക്കൗണ്ടിൽ അങ്ങനെയാണ് ഇത് കിട്ടിയത്, ഹെഡ്ലൈറ്റ്സ് കളർ. സോ വീഡിയോ 2 ലോങ്ങായി. 2 GB സ്പേസാണ്. ഇനി ഇതിലൂടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സ്റ്റോറേജ് മൊത്തം പോവും. സോ ബൈ ഗൈസ്, see you in the next video. Don't forget to subscribe.